തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന തൈറോക്സിൻ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിക്കാൻ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ വിവിധ ഇംഗ്ലീഷിൽ പറയും മെറ്റബോളിസം, ശാരീരികമായ മെറ്റബോളിസത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത് അത്യാവശ്യമാണ്. ഇത്തരം എൻഡോക്രൈൻ നമ്മൾ അതിനെ മാത്രം ചില ഡോക്ടേഴ്സ് എൻഡോക്രൈനെ മാത്രം തൈറോയ്ഡ് മാത്രം എന്ന് കണ്ട് ചികിത്സിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിനുള്ള മരുന്ന് കൊടുത്താലും അതിൻ്റെ അനുയോജ്യമായി ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഒത്തിരിയാണ്. ഉദാഹരണമായിട്ട് ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ കൂടും. ഡിപ്രഷൻ വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്, പഠനങ്ങളുണ്ട്. അതേസമയം തൈറോയ്ഡ് പ്രോബ്ലം തന്നെ ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസമാണ്. ഹൈപ്പർ എന്ന് പറയുന്നത് ഒത്തിരി തൈറോക്സിൻ കൂടുതൽ ഉണ്ടാക്കുന്നത്, ഹൈപ്പോതൈറോയിഡിസം ഒത്തിരി കുറഞ്ഞുണ്ടാക്കുന്നത്. ഈ കുറഞ്ഞു വരുമ്പോഴാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹൈപ്പോതൈറോയിഡിസത്തിൽ ഡിപ്രഷനും അതുപോലെ പലരും. അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ തൈറോക്സിൻ ലെവൽ കൂടുമ്പോൾ ഹൃദയമിടിപ്പിൽ വ്യത്യാസം വരും. അതിൽ വ്യത്യാസം വന്ന് അക്യൂട്ട് കാർഡിയാക് ഫെയിലിയറിലോട്ട് സഹിതം പോകുന്ന കേസുകൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.